ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം ബാങ്ക് ഓഫ് ബറോഡയിൽ ലോക്കൽ ബാങ്ക് ഓഫീസർ അഥവാ LBO തസ്തികയിൽ 2482 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അതിൽ കേരളത്തിലും നിരവധി ഒഴിവുകൾ ഉൾപ്പെടുന്നുണ്ട്. ഇത് വെറുമൊരു ബാങ്ക് ജോലി മാത്രമല്ല. പക്ഷേ ഇവിടെ ഒരു പ്രധാന കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ എക്സ്പീരിയൻസ് ഉണ്ടോ, അത് എങ്ങനെ കണക്കാക്കും, കേരളത്തിൽ എത്ര ഒഴിവുകളാണ്, അപേക്ഷാ ഫീസ് എത്ര, എക്സാം എങ്ങനെയാണ്, അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്നാണ്, ഇതെല്ലാം ഈ വീഡിയോയിൽ വളരെ ചുരുക്കമായി വ്യക്തമായി നോക്കാം. ഇത് ബാങ്ക് ഓഫ് ബറോഡ ലോക്കൽ ഓഫീസർ LBO റിക്രൂട്ട്മെൻറ്റാണ്. ആകെ 2482 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലായി ഒഴിവുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ കേരളത്തിലും ഒഴിവുകൾ ലഭ്യമാണ്. അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള യോഗ്യരായവർ ഇത് നല്ലൊരു അവസരമാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും ഈ ജോലി അപ്ലൈ ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടെ ഒരു വർഷത്തെ ഓഫീസർ ലെവൽ ബാങ്കിങ് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ എന്ന് നോക്കാം. ആദ്യത്തെ ക്വാളിഫിക്കേഷൻ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷനാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. അതായത് പ്രത്യേകമായി ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി വേണമെന്നില്ല. എനി ഡിഗ്രി ഉള്ളവർക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഭാഗത്ത് എലിജിബിലിറ്റി ഉണ്ടാകും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സ്പീരിയൻസ്. അപേക്ഷകൻ്റെ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഓഫീസർ തസ്തികയിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇതാണ് ഈ റിക്രൂട്ട്മെൻറ്റിൽ പലരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കണ്ടീഷൻ. അതിനാൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടോ എന്നത് മാത്രം മതിയാകില്ല, റിക്വയർഡ് ബാങ്കിങ് ഓഫീസർ എക്സ്പീരിയൻസ് കൂടി ഉണ്ടാകണം. ഇനി പ്രായപരിധി, അപേക്ഷകൻ്റെ പ്രായം 21 മുതൽ 30 വയസ്സ് വരെ ആയിരിക്കണം. അതേസമയം റിസർവ് കാറ്റഗറി ഉള്ളവർക്ക് നിയമപ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കും. SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷം വരെ, OBC വിഭാഗങ്ങൾക്ക് 3 വർഷം വരെ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. അതിനാൽ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ കൂടി പരിശോധിക്കണം. ഇനി കേരളത്തിൽ നിന്നുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയണം. അതായത് പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിയണം. കേരളത്തിലെ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മലയാള ഭാഷാ പരിജ്ഞാനം പ്രധാനമാണ്. പക്ഷേ ഇവിടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കണ്ടീഷൻ കൂടിയുണ്ട്. 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ മലയാളം ഒരു വിഷയമായി പഠിച്ചിട്ടില്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് അഥവാ LPT പാസ്സാകേണ്ടി വരും. അതിനാൽ കണ്ടീഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും കൂടുതൽ പേർക്കറിയേണ്ടത് ശമ്പളം എത്രയാണെന്ന്. ബാങ്ക് ഓഫ് ബറോഡ LBO തസ്തികയിൽ 48,480 ബേസിക് പേ ആരംഭിക്കുന്നത്. അത് 85,920 വരെ എത്താം. അതായത് ബാങ്കിങ് സെക്ടറിൽ കരിയർ നോക്കുന്നവർക്ക് സാലറി സ്ട്രക്ചർ ശ്രദ്ധേയമാണ്. കൂടാതെ ആവശ്യമായ മുൻപരിചയത്തിന് ഒരു അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് ലഭിക്കുന്ന വ്യവസ്ഥയുമുണ്ട്. പക്ഷേ സാലറി കേട്ട് മാത്രം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് സർവീസ് ബോണ്ട് കൂടി അറിഞ്ഞിരിക്കണം. ജോലിയിൽ പ്രവേശിച്ച ശേഷം കുറഞ്ഞത് 3 വർഷം ബാങ്കിൽ സേവനം ചെയ്യണം. ഈ സർവീസ് കമ്മിറ്റ്മെൻറ്റ് പാലിക്കാതെ ജോലി വിടുന്ന സാഹചര്യമുണ്ടെങ്കിൽ 2 ലക്ഷം വരെ പെനാൽറ്റി വരാം. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ കണ്ടീഷൻ കൂടി മനസ്സിലാക്കുക. ഇനി അപേക്ഷാ ഫീസ് ജനറൽ, OBC, EWS വിഭാഗക്കാർക്ക് 850. അതേസമയം SC/ST, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, വിമൻ കാൻഡിഡേറ്റ് എന്നിവർക്ക് 175 അപേക്ഷാ ഫീസ്. അതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കാറ്റഗറി ശരിയായി സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. പ്രധാനമായും ഓൺലൈൻ എക്സാമിനേഷനാണ്. ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയായിരിക്കും. എക്സാമിൽ പ്രധാനമായും ഈ വിഷയങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്: ജനറൽ ഇൻ്റലിജൻസ്, റീസണിംഗ്, ജനറൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. അതായത് ബാങ്കിങ് എക്സാം പ്രിപ്പറേഷൻ നടത്തുന്നവർക്ക് പരിചിതമായ സബ്ജക്ട്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. റോങ് ആൻസറിന് 0.25 മാർക്ക് നെഗറ്റീവ് മാർക്കുണ്ട്. അതുകൊണ്ട് അറിയാത്ത ചോദ്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നല്ല സ്കോർ വേണമെങ്കിൽ സ്പീഡിനൊപ്പം ആക്യുറസിക്കും പ്രാധാന്യം നൽകണം. ഇപ്പോൾ ഒരു ക്വിക്ക് എലിജിബിലിറ്റി ചെക്ക് നടത്താം. നിങ്ങൾക്ക് 21 തൊട്ട് 30 വയസ്സിനുള്ളിൽ പ്രായമുണ്ടോ? എനി ഡിഗ്രി ഉണ്ടോ? ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഓഫീസറായി കുറഞ്ഞത് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? അപേക്ഷിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ലോക്കൽ ലാംഗ്വേജ് അറിയാമോ? ഈ 4 കാര്യങ്ങൾക്കും നിങ്ങൾ യോഗ്യരാണെങ്കിൽ ഈ റിക്രൂട്ട്മെൻറ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടറിൽ കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് പരിശോധിക്കാം. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട തീയതി, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 7 അതിനാൽ അവസാന ദിവസത്തേക്ക് അപേക്ഷ മാറ്റിവെക്കാതെ നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ പരിശോധിച്ച് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നോട്ടിഫിക്കേഷൻ പരിശോധിച്ച്
എലിജിബിലിറ്റി, സ്റ്റേറ്റ് വൈസ് വേക്കൻസീസ്, ആപ്ലിക്കേഷൻ പ്രൊസീജിയർ, മറ്റ് കണ്ടീഷൻസ് എന്നിവ ഉറപ്പാക്കിയ ശേഷം മാത്രം അപേക്ഷിക്കുക. അപ്പോൾ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ബാങ്ക് ഓഫ് ബറോഡ LBO റിക്രൂട്ട്മെൻറ്റ് 2482 വേക്കൻസീസ്. കേരളത്തിലും ഒഴിവുണ്ട്. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ, ഏജ് 21 to 30, എക്സ്പീരിയൻസ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഓഫീസറായി കുറഞ്ഞത് 1 വർഷം, സാലറി 48,480 മുതൽ 85,920 വരെ, ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 7. നിങ്ങൾക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിലിറ്റി ഉണ്ടോ? ഉണ്ടെങ്കിൽ എലിജിബിൾ എന്ന് കമൻറ്റ് ചെയ്യൂ. എലിജിബിലിറ്റി സംബന്ധിച്ച്, എക്സാം സംബന്ധിച്ചോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. എല്ലാവർക്കും കഴിയുന്നത്ര വേഗത്തിൽ മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള പുതിയ കേരള ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി അമർത്തുക. ഞാൻ RB റെജി. വീണ്ടും മറ്റൊരു തൊഴിൽ വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.